ഓക്കെ, ഇപ്പോൾ നമുക്കിപ്പോൾ വീണ്ടും ഹാരിസ് നെന്മാറ വീണ്ടും ഒരിക്കൽ കൂടി ചേരുകയാണ്. ഹാരിസ്, ലാമിൻ യമാൽ, ആ ഒരൊറ്റ പേര് മതി ഫ്രാൻസിന് ഭയക്കാൻ. ഇന്നലെ ഈ ആ 16-കാരൻ്റെ ഒരു എന്താ പറയുക, അദ്ദേഹം ആ ഗ്രൗണ്ടിൽ അങ്ങ് നൃത്തമാടുകയായിരുന്നു ഫുട്ബോൾ കൊണ്ട്. എങ്ങനെയാണ് ഇന്നലെ ലാമിൻ്റെ പ്രകടനത്തെ നമ്മൾ വിശേഷിപ്പിക്കേണ്ടത്? ഈ ഫ്രാൻസ് സ്പെയിൻ സെമി ഫൈനൽ പോരാട്ടത്തിന് തൊട്ടുമുമ്പ് ഫ്രഞ്ച് മിഡ്ഫീൽഡറായ അഡ്രിയാൻ റാബിയോട്ട് ലാമിൻ യമാലിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ മത്സരം തുടങ്ങുന്നത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അഡ്രിയാൻ റാബിയോട്ട് പറയുന്നുണ്ട്, ലാമിൻ യമാൽ ഇതുവരെ കളിച്ച കളിയൊന്നും ഫ്രാൻസിനെതിരെ കളിച്ചാൽ പോരാ, നിന്നെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടൂല എന്നൊക്കെ നമ്മൾ പച്ചമലയാളത്തിൽ പറയുമല്ലോ, അതുപോലെ ആയിരുന്നു അദ്ദേഹം വെല്ലുവിളിച്ചത് എന്നുള്ളതാണ്. ഈ മത്സരത്തിൽ ഫ്രാൻസ് അടിച്ച ആദ്യ ഗോളിന് ശേഷം പിന്നീട് സ്പെയിനിന്റെ മറുപടി ഗോൾ ലാമിൻ യമാൽ അടിക്കുന്നത് ഈ അഡ്രിയാൻ റാബോട്ടിനെ മുന്നിൽ കാഴ്ചക്കാരനായി നിർത്തിയിട്ടാണ് എന്നുകൂടി ആലോചിക്കണം എന്നുള്ളതാണ്. ഇന്നലെ ലാമിൻ യമാൽ ഈ ടൂർണമെന്റിൽ കളിച്ച കളികളൊക്കെ ചരിത്രമാണല്ലോ. ലാമിൻ യമാൽ കളിക്കളത്തിൽ ഇറങ്ങിയപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ, അദ്ദേഹം അസിസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ അസിസ്റ്റ് നൽകുന്ന താരം, ഇപ്പോൾ അദ്ദേഹം ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾ സ്കോറർ കൂടി ആയിരിക്കുന്നു എന്നുള്ളതാണ്. അക്ഷരാർത്ഥത്തിൽ ലാമിൻ യമാൽ ഷോ ഈ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ റേറ്റിംഗ് പല ഫുട്ബോൾ വെബ്സൈറ്റുകളും 9 അദ്ദേഹത്തിന് റേറ്റിംഗ് കൊടുക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ഈ മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരത്തിനും അർഹനായിരിക്കുന്നത് എന്നുള്ളതാണ്. എത്ര മനോഹരമായിരുന്നു ആ ഗോൾ. അതിനുശേഷം വന്നിട്ടുള്ള ഒൽമോയുടെ ഗോളും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ ടൂർണമെന്റ് അക്ഷരാർത്ഥത്തിൽ സ്പെയിനിന്റെ ഒരു നിറഞ്ഞാട്ടമാണ് എന്ന് പറയാതെ വയ്യ എന്നാണ്. യൂറോ കപ്പ് ഇതുവരെയുള്ള മത്സരങ്ങൾ കണ്ട ഒരു ഫുട്ബോൾ ആരാധകന്, എല്ലാ ഫുട്ബോൾ ആരാധകരും ഒരേ സ്വരത്തിൽ വേണമെങ്കിൽ പറയും ഈ ടൂർണമെന്റ് സ്പെയിൻ അർഹിച്ചതാണ് എന്നുള്ളതാണ്. ഇതുവരെയുള്ള കളികൾ നിങ്ങൾ എടുത്ത് നോക്കൂ. ഗ്രൂപ്പ് ഘട്ടം മുതൽ അവർ മരണ ഗ്രൂപ്പിൽ നിന്നാണ് സ്പെയിൻ ഇങ്ങോട്ട് മാർച്ച് ചെയ്ത് വരുന്നത്. ക്രൊയേഷ്യയും ഇറ്റലി ആയിരുന്നു അവരുടെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത്. ക്രൊയേഷ്യയും ഇറ്റലിയും പരാജയപ്പെടുത്തിയിട്ടാണ് അവർ കടക്കുന്നത്. പിന്നീട് അവർ പരാജയപ്പെടുത്തി ഈ ടൂർണമെന്റിലെ ഹോട്ട് ഫേവറേറ്റുകളായി ജർമ്മനിയാണ്, ആതിഥേയരെയാണ്. പിന്നീട് അവർ വീണ്ടും ഫ്രാൻസിനെ പരാജയപ്പെടുത്തി ഇതാ ഫൈനലിലേക്ക് മാർച്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ടൂർണമെന്റിലെ ഏറ്റവും സ്പെയിന്റെ ചരിത്രം ഫുട്ബോൾ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ യൂറോയിൽ നടത്തിയിട്ടുള്ള ഏറ്റവും മികച്ച ക്യാമ്പയിനുകളിൽ ഒന്ന് എന്നല്ലാതെ ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കില്ല. യൂറോയിലെ ഏറ്റവും വലിയ റെക്കോർഡാണ് കഴിഞ്ഞ ദിവസം അവർ എഴുതി ചേർത്തത് എന്ന് പറഞ്ഞാൽ തുടർച്ചയായ 6 മത്സരങ്ങൾ ജയിക്കുക, ഒരു സമനില പോലും ഇല്ലാതെ വലിയ വലിയ ടീമുകളെ നേരിടുമ്പോൾ പോലും അവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവർ ഫൈനലിലേക്ക് മാർച്ച് ചെയ്തിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഡെലഫുവിന്റെ ഫുട്ബോളിൽ, സ്പാനിഷ് ഫുട്ബോളിൽ നടത്തിയിട്ടുള്ള വലിയൊരു റെവല്യൂഷനാണ് നമ്മളിത് കണ്ടത്. ഒരു 136 മത്സരങ്ങൾ തുടർച്ചയായി പൊസിഷണൽ ഫുട്ബോൾ കളിച്ച് കയ്യിൽ പന്ത് വെക്കുക, അതാണ് ഫുട്ബോളിന്റെ സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞ സ്പാനിഷ് ഫുട്ബോൾ ഫിലോസഫിയെ പൊളിച്ചെടുത്തിക്കൊണ്ട് ക്രൊയേഷ്യക്കെതിരെ ഇവർ ഈ ടൂർണമെന്റിൽ നടത്തിയിട്ടുള്ള കളിച്ച ആദ്യത്തെ മത്സരത്തിൽ പൊസഷൻ വിട്ടുകൊടുത്തതിന് ശേഷമാണ് 33 ഗോളുകൾ അടിച്ചിട്ട് അവർ തിരിച്ച് കളി പിടിക്കുന്നത് എന്ന് ഓർക്കണം. ഈ ടൂർണമെന്റിൽ നടന്നിട്ടുള്ള 2 മേജർ മത്സരങ്ങൾ, 2 പ്രധാനപ്പെട്ട മത്സരങ്ങൾ, ഒന്ന് ജർമ്മനിക്കെതിരെയായിരുന്നു, മറ്റൊന്ന് ക്രൊയേഷ്യക്കെതിരെയായിരുന്നു. ഈ 2 മത്സരങ്ങളിലും സ്പെയിൻ ജയിക്കുന്ന സമയത്ത് അവർ ബോൾ പൊസിഷൻ സറണ്ടർ ചെയ്തിട്ടാണ് അവർ ഈ കളി പിടിക്കുന്നത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് എന്നുള്ളതാണ്. സ്പാനിഷ് ഫുട്ബോൾ മാറുന്നു, സ്പാനിഷ് ഫുട്ബോൾ തത്വചിന്ത മാറുന്നു. ഡെലഫുവിന്റെ സ്പാനിഷ് ഫുട്ബോളിൽ പുതിയൊരു റെവല്യൂഷൻ സൃഷ്ടിക്കുന്നു. അവർ പകരക്കാരായി ഇറക്കിയ കളിക്കാർ മനോഹരമായി കളിക്കുന്നു. ഇപ്പോൾ ഒൽമോ പെഡ്രിക്ക് പകരക്കാരനായി ടീമിലെത്തിയ കളിക്കാരനാണ്. കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം ഗോൾ അടിച്ചു. തൊട്ട് മുമ്പ് ജർമ്മനിക്കെതിരായ മത്സരത്തിലും അവർ ഗോൾ അടിച്ചു. ഇയാൾ ഗോൾ അടിച്ചു, ഒൽമോ ഗോൾ അടിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഗാക്പോക്കൊപ്പം സ്പെയിനിന്റെ ഒരു പകരക്കാരനാണ് ഇപ്പോൾ യൂറോ കപ്പിലെ ടോപ്പ് സ്കോറർ എന്ന് ആലോചിക്കണം. അതുപോലെ തന്നെ ലാമിൻ യമാൽ, നിക്കോ വില്യംസ്, ഫാബിയാൻ റൂയിസ്, സ്പെയിൻ പകരക്കാരായി ഇറക്കുന്ന ആളുകൾ. ഇപ്പോൾ ഡാനി കാർവഹാൾ പുറത്താവുന്നു. അദ്ദേഹത്തെ പോലെ പരിചയസമ്പന്നനായ ഒരു കളിക്കാരൻ ടീമിലില്ലെങ്കിൽ എങ്ങനെയാണ് ഫ്രാൻസിനെ പരാജയപ്പെടുത്താൻ കഴിയുക എന്ന് നിൽക്കുന്ന സമയത്താണ് എന്ന് ആളുകൾ ആശങ്ക പ്രകടിപ്പിച്ചിരുന്ന സമയത്താണ് ജീസസ് നവാസ് വരുന്നത്. ഒന്നാമത്തെ ഗോൾ ഈ ടൂർണമെന്റിൽ ഫ്രാൻസ് അടിച്ച ആദ്യത്തെ ഓപ്പൺ ഗോൾ ഇന്നലത്തെ മത്സരത്തിലാണ് പിറക്കുന്നത്. സെമി വരെ ഒരു ഓപ്പൺ പ്ലേയിൽ ഗോൾ നേടാത്ത ഒരു ടീം ഫ്രാൻസ് ആദ്യമായി ഒരു ഓപ്പൺ പ്ലേ ഗോൾ അടിക്കുന്നു. അതിന് ജീസസ് നവാസ് വിട്ടുകൊടുത്തൊരു അവസരം ഒഴിച്ചു കഴിഞ്ഞാൽ കാർവഹാലിന് തുല്യമായിക്കൊണ്ട് ജീസസ് നവാസ് ഇന്നത്തെ മത്സരത്തിൽ പ്രകടനം പുറത്തെടുക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ പരിചയ സമ്പന്നത സെവിയ ഉൾപ്പെടെയുള്ള ടീമുകളിൽ ജീസസ് നവാസിന്റെ പ്രകടനമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ജീസസ് നവാസിന്റെ കോട്ട പൊളിക്കാൻ ഒരിച്ചിരി പ്രയാസപ്പെട്ടു. ഒരു കാര്യം തന്നെയാണ് ഹാരിസ് പറഞ്ഞത്. പകരക്കാരായി ഇറങ്ങിയ പ്രതിഭകളുടെ ധാരാളിത്തമാണ് യഥാർത്ഥത്തിൽ സ്പെയിൻ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറയാം. 2 വിങ്ങിലൂടെയും നിക്കോ വില്യംസും അതുപോലെ തന്നെ ലാമിൻ യമാലും 2 വശത്തുണ്ട്. അതിനപ്പുറത്ത് പെഡ്രി പോയപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു പക്ഷേ അവിടെയും ഒരു പ്രശ്നങ്ങളുണ്ടാകുന്നു. പക്ഷേ അതെല്ലാം മറികടന്നാണ് സ്പെയിൻ വന്നത്. ഒരൊറ്റ കാര്യം കൂടെ ഹാരിസ്, അതായത് നമ്മളപ്പോഴും ഫ്രാൻസിൻ്റെ പ്രാക്ടിക്കൽ ഫുട്ബോളിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. ഗോൾ അടിച്ചില്ലെങ്കിലും അല്ലെങ്കിൽ ഓൺ ഗോൾ ആണെങ്കിലും പെനാൽറ്റി ആണെങ്കിലും ഒക്കെ എങ്ങനെയെങ്കിലും ഒക്കെ അവർ മുന്നോട്ട് വന്നിരുന്നു. ഫീൽഡ് ഗോള് ആദ്യമായിട്ടാണ് വരുന്നതെന്നും ഹാരിസ് പറഞ്ഞല്ലോ. അപ്പോൾ ഫ്രാൻസ് ഈ യൂറോ കപ്പിൽ അവശേഷിപ്പിക്കുന്നത് എന്താണ്?
ഈ മത്സരത്തിന് തൊട്ടു മുമ്പ് ദിദീർ ദശാംസ് നടത്തിയ പത്രസമ്മേളനത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട് പിന്നെ ഗോളുകൾ നേടാത്തതിന്റെ കാരണം ഒരു ബോറിംഗ് ഫുട്ബോൾ ആണല്ലോ നിങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. അപ്പോൾ ദിദീർ ദശാംസ് പറയുന്നത് നിങ്ങൾക്ക് ഫ്രാൻസിന്റെ പിന്നെ ബോറിംഗ് ഫുട്ബോൾ കാണാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കളി കാണാതിരിക്കൂ, ഞങ്ങൾ ഇങ്ങനെ കളിക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതൊരു അഹങ്കാരത്തിന്റെ വർത്തമാനമായിരുന്നു എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ ലോകകപ്പ് ഫൈനൽ നമ്മൾ കണ്ടതാണ്, 80 മിനിറ്റ് വരെ ഫ്രാൻസ് ചിത്രത്തിലേ ഇല്ലാത്തിടത്ത് അവസാന നിമിഷത്തിലാണ് അവർ കളി പിടിച്ച് ആ മത്സരത്തെ ഷൂട്ടൗട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ ഷൂട്ടൗട്ടിൽ അവർ പരാജയപ്പെടുന്നതാണ്. ഫ്രാൻസ് കുറേ കാലമായി ഫുട്ബോളിൽ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശൈലി ഇതാണ് എന്നുള്ളതാണ്. പൊസഷൻ വിട്ടുകൊടുക്കുക, എതിരാളികൾക്ക് പൊസഷൻ വിട്ടുകൊടുത്തതിന് ശേഷം അവസാനം കളി ജയിക്കുന്ന സമയത്ത് ഫ്രാൻസിന്റെ സ്കോർ ബോർഡിൽ ഇത് തികയുക, പിന്നെ സ്കോർ തെളിയിക്കുക എന്നുള്ളതാണ്. ഈ ടൂർണമെന്റ് നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ 4 പിന്നെ ഓപ്പൺ പ്ലേയിൽ ഗോൾ അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഓപ്പൺ പ്ലേയിൽ അവർ ഗോളും വഴങ്ങിയിട്ടില്ല എന്ന് ആലോചിക്കണം. അവരുടെ പ്രതിരോധ നിര പിന്നെ വളരെ ശക്തമായ ഒരു പ്രതിരോധം. ഇത്രയും ഈ ടൂർണമെന്റിൽ അവർ സെമി വരെ മാർച്ച് ചെയ്തത് യഥാർത്ഥത്തിൽ അവരുടെ പ്രതിരോധ നിരയുടെ കരുത്തുകൊണ്ടാണ് തന്നെ പറയേണ്ടി വരും. ലാമിൻ യമാൽ അടിച്ച ഗോളാണ് അവർ ഓപ്പൺ പ്ലേയിൽ നിന്ന് ആദ്യമായി ടൂർണമെന്റിൽ വഴങ്ങിയിട്ടുള്ള ഗോള് എന്ന് ആലോചിക്കുന്ന സമയത്ത് അവരെങ്ങനെയാണ് മുന്നേറിയത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അവർ ആദ്യമായിട്ട് അടിച്ച ഗോള് ശരി റെഗുലർ ടൈമിൽ അടിച്ച ഗോള് ഒരു പെനാൽറ്റിയാണ്, അത് എംബാപ്പെ അടിച്ച ഗോളാണ്. അപ്പോൾ ദിദീർ ദശാംസിന്റെ ഈ ഫുട്ബോൾ ശൈലി എത്രത്തോളം ഫുട്ബോൾ ലോകത്ത് നിലനിൽക്കും എന്നതൊരു ചോദ്യചിഹ്നമാണ്. അദ്ദേഹം മാറുമോ ഇല്ലയോ എന്നൊക്കെ കാത്തിരുന്ന്